Hello friends, good morning. Welcome to part 3 of our Rockstar JavaScript tutorial. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം എഴുതി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ നമസ്കാരം ലോകമേ അഥവാ ഹലോ വേൾഡ് എന്ന് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുക എന്താണ് ഈ ഹലോ വേൾഡ് എന്ന്? പ്രോഗ്രാമിംഗ് ബിഗിനേഴ്സിനായിരിക്കും ഈ ക്വസ്റ്റ്യൻ മെയിനായിട്ട് ഉണ്ടാവും, അല്ലാത്തവർക്ക് ചിലപ്പോൾ ഐഡിയ ഉണ്ടാവും. എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രോഗ്രാമിംഗ് പോപ്പുലറായി വന്നത്, ഒരു ബൂമായിട്ട് വന്നത് 70s 80s കാലഘട്ടത്തിലാണ്. 70s ഏർലി 80s, അതായത് 80s ആദ്യ പകുതി. അപ്പൊ ഇറങ്ങിയ പല പ്രോഗ്രാമിംഗ് ബുക്സ്, അതായത് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ മുന്നേ ഇറങ്ങിയ ബി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അങ്ങനെ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ പറ്റിയിട്ട് ഇറങ്ങിയ ആ സമയത്ത് മാർക്കറ്റിൽ ഇറങ്ങിയ പല ബുക്സിലും അതിന്റെ ഓത്തേഴ്സ് എഴുതിയ ആദ്യത്തെ പ്രോഗ്രാം സ്ക്രീനിൽ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതായത് ആ പ്രോഗ്രാമിൽ എങ്ങനെയാണ് ഹലോ വേൾഡ് എന്ന് സ്ക്രീനിൽ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പറ്റുക, അതായിരുന്നു ഫസ്റ്റ് പ്രോഗ്രാം ഇൻ ദോസ് പോപ്പുലർ ബുക്സ്. അതിപ്പോഴും ഒരു ട്രഡീഷൻ പോലെ തുടർന്നുകൊണ്ട് പോരുകയാണെന്ന് നമുക്ക് പറയാം. അതായത് ഇപ്പോഴും ഒരുവിധം ഇറങ്ങുന്ന പൈത്തൺ, ജാവ അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ബുക്സിലും ഫസ്റ്റ് പ്രോഗ്രാം ഹലോ വേൾഡ് എങ്ങനെയാണ് ആ ലാംഗ്വേജിൽ പ്രിന്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പൊ നമ്മളും അവിടുന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം, നമുക്ക് ട്രഡീഷൻ ഫോളോ ചെയ്യാം അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ശരിക്കും പ്രോഗ്രാമിങ്ങിലോട്ട് കിടക്കുന്നതിന്റെ മുന്നേ ആബ്സല്യൂട്ട് ബിഗിനേഴ്സ് ഉണ്ടാവുമല്ലോ ഈ നമ്മുടെ ഈ സീരീസ് കാണാൻ വന്നവർ, അതായത് മുന്നേ പ്രോഗ്രാമിംഗ് ചെയ്യാത്തവർ. അവർക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, എന്താണ് പ്രോഗ്രാമിംഗ്, എന്താണ് പ്രോഗ്രാം എന്നൊക്കെ. അപ്പൊ അതിനെപ്പറ്റി നമുക്കൊരു ക്വിക്ക് ഓവർവ്യൂ ഒന്ന് ഓടിച്ചു വിടാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണ്? പലർക്കും അറിയായിരിക്കാം, എന്നാലും ഇത് ആബ്സല്യൂട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഉത്തരം നമ്മൾ അണ്ടർലൈൻ ചെയ്തതിന്റെ ഉദ്ദേശം എന്തായിരിക്കും മനസ്സിലാവും. ഇതിന്റെ ഉത്തരം ആ അണ്ടർലൈൻ ചെയ്ത പാട്ടിൽ തന്നെ ഉണ്ട്. ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷ എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? വേറൊരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതായത് നമുക്ക് ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അയാൾക്ക് അറിയുന്ന ഭാഷയിൽ വേണ്ട നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അല്ലാണ്ട് നമ്മൾ പറയുന്ന ഭാഷയിൽ, നമുക്കറിയുന്ന ഭാഷയിൽ ചെന്നിട്ട് അവന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ ഭാഷ അറിയില്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും മനസ്സിലാവൂല. ഇപ്പൊ ഉദാഹരണത്തിന്, നമ്മളൊരു പ്രിയപ്പെട്ട ഫ്രണ്ടാണ് ദശമൂലം ദാമു എന്നാണ് ഫുൾ നെയിം. അപ്പോ നിങ്ങൾക്ക് മൂപ്പരെ കഥയൊക്കെ അറിയിക്കും. നാട്ടിൽ നിന്ന് കുറെ തല്ലും പിടിയൊക്കെ കൊണ്ട് ലാസ്റ്റ് മനം എടുത്ത് മൂപ്പര് എങ്ങോട്ട് പോയി? നമ്മളെല്ലാ മലയാളികളും ചെയ്യുന്ന പോലെ മൂപ്പര് നാട് കടന്ന് മരുഭൂമി ഗൾഫ് പോയി, ദുബായിലെത്തി. ദുബായിയോ ഖത്തറോ എവിടെയെങ്കിലും ആവട്ടെ, അവിടെ എത്തി. അപ്പൊ മൂപ്പര് നമ്മളെ നാട്ടിൽ നിന്ന് പറഞ്ഞു നടക്കുന്ന പോലെ തന്നെ അറബീന്റെ അടുത്ത് ചെന്നിട്ട് തള്ളേ എന്തിന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അറബിക്ക് എന്താ മനസ്സിലാവോ? അറബിക്ക് മനസ്സിലാവില്ല. അറബിക്ക് ദേഷ്യം പിടിക്കും. കൂളായിട്ട് മൂപ്പരെ പണി നോക്കിയിരുന്ന അറബീനെ വെറുതെ ദേഷ്യം പിടിപ്പിച്ച് അങ്ങനത്തെ ഒരാൾക്ക് അറബീന്റെ അടുത്ത് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അറബിക്ക് ഒന്നും മനസ്സിലാവില്ല. അതേ സമയത്ത് നമ്മളെ മറ്റേ ദോസ്ത്, നമ്മളെ പിടിച്ചേക്കാൻ പഠിച്ച ഗഫൂർ ക ചെന്നിട്ട് അറബീന്റെ അടുത്ത് മൂപ്പരെ ലൊട്ടിലൊടുക്ക് അറബിയിൽ പറഞ്ഞു കഴിഞ്ഞാലോ അറബി ഹാപ്പി ആയിരിക്കും. ഒന്നില്ലെങ്കിൽ ഓനെ കുറച്ചെങ്കിലും നമ്മളെ ഭാഷ അറിയാലോ എന്നായിരിക്കും അറബീന്റെ ഒരു ചിന്ത. അപ്പോ അതോടെ അറബി ഹാപ്പിയാവും. അറബി ഗഫൂർ ഖാനെ പിടിച്ച് ജോലി കയറ്റും, ഗഫൂർക്കും ഹാപ്പി, എല്ലാരും ഹാപ്പി. അപ്പോ നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നതും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. മൂപ്പര് കുറച്ച് ജാടക്കാരനാണ്, കമ്പ്യൂട്ടറാണ്. നമ്മളെ ഭാഷയെ പറഞ്ഞാലൊന്നും മൂപ്പർക്ക് പിടിക്കൂല. മൂപ്പരെ ഭാഷയെ തന്നെ പറഞ്ഞാലേ മൂപ്പര് കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പോ അതാണ് കമ്പ്യൂട്ടറിന്റെ അവസ്ഥ. സോ ബേസിക്കലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ദാറ്റ് ഈസ് യൂസ് ടു ഗിവ് ഇൻസ്ട്രക്ഷൻസ് ടു എ കമ്പ്യൂട്ടർ. അതായത് ഒരു കമ്പ്യൂട്ടർ ചെയ്യേണ്ട പണീനെ പറ്റി ഇൻസ്ട്രക്ഷൻ അഥവാ നിർദ്ദേശം കൊടുക്കുന്ന ഭാഷയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇനി എന്തിനാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്താണ് ഈ പ്രോഗ്രാം എന്ന് വെച്ചാൽ ശരിക്കും എന്താണ്? അത് നമുക്ക് നോക്കാം. പ്രോഗ്രാം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അതൊരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്.
ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർദ്ദേശങ്ങളാണ്. അതായത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, കമ്പ്യൂട്ടറിന് നമ്മളെ മനുഷ്യന്മാർ അത്ര ബുദ്ധിയൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് അതിനെ കൊണ്ടൊരു പണി ചെയ്യിപ്പിക്കണം. നമ്മളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുക്കേണ്ടത് നമ്മൾ നിർദ്ദേശിക്കണം, അല്ലെ ഇൻസ്ട്രക്ട് ചെയ്യണം. അതാണ് ബേസിക്കലി ഒരു പ്രോഗ്രാം. അതൊന്നുമല്ല, അത് ഇറ്റ് ഇസ് ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷന്റെ സെറ്റ് ആണ്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ കുഞ്ഞപ്പാട്ടന്റെ കാര്യം എടുക്കാം. ഏത് കുഞ്ഞപ്പാട്ടൻ? അത് തന്നെ, വെർഷൻ 2 കുഞ്ഞപ്പാട്ടൻ. അപ്പോ കുഞ്ഞപ്പാട്ടൻ മാത്രല്ല, നമ്മളെ നാരായണേട്ടനും ഉണ്ട്. നാരായണേട്ടൻ ആണല്ലോ നമ്മളെ കുഞ്ഞപ്പാട്ടനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോ നാരായണേട്ടൻ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാണ്. എന്താണ് ഇൻസ്ട്രക്ഷൻ? എടാ കുഞ്ഞപ്പ, ഇനി പോയി അപ്പുറത്തെ ഹോട്ടലിൽ നിന്ന് ഒരു പ്ലേറ്റ് പൊറോട്ടയും ബീഫും വാങ്ങിക്കൊണ്ട. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. മൂപ്പർക്ക് അത്ര പറഞ്ഞാൽ തന്നെ സംഗതികളൊക്കെ മനസ്സിലാക്കി മൂപ്പര് പോയി സാധനം വാങ്ങിച്ചു വന്നോളും. പക്ഷെ നമ്മൾ ഈ സാധാരണ ഡെസ്ക്ടോപ്പിനോ ലാപ്ടോപ്പിനോ അത്ര ബുദ്ധി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. ഇപ്പൊ നമ്മളെ കയ്യില് ഒരു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ 1 ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് അത്ര അഡ്വാൻസ്ഡ് അല്ലാത്ത ഒരു റോബോട്ട് ഒരു കമ്പ്യൂട്ടർ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, എന്തൊക്കെയാണ് ഓരോ സമയത്തും ചെയ്യേണ്ടത്. അതിന്റെ ഒരു ചാർട്ട്, ഇതിനെ പറയാം ഫ്ലോ ചാർട്ടിങ് എന്നാണ്. അതിന്റെ ഒരു ചാർട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഹോട്ടലിൽ പോയി ഫുഡ് വാങ്ങാനാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ആദ്യം കാറിലാണ് പോകുന്നത് നമ്മൾ സങ്കല്പിക്കുക. റോബോട്ടെ കാറൊക്കെ ഓടിച്ചു പോകുന്ന അത്രയും കഴിവുള്ള റോബോട്ടാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ്, ഗെറ്റ് ഇൻസൈഡ് ദ കാർ കയറുന്നു, സ്റ്റാർട്ട് എഞ്ചിൻ, കാർ സ്റ്റാർട്ട് ആക്കുക, ഹോട്ടലിലോട്ട് ഡ്രൈവ് ചെയ്യുക, ഡ്രൈവ് ടു ദ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതൊക്കെ റെക്ടാങ്കിൾസ് ആണ്. ഇനി ഇത് ഒരു ഡയമണ്ട് ആണ്. ഈ ഡയമണ്ട് എന്താണ് ഒരു ഫ്ലോ ചാർട്ടിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടൽ ഓപ്പൺ ആണോ, അതൊരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്സിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഹോട്ടൽ ഓപ്പൺ അല്ല, നോ, ഓപ്പൺ അല്ലെങ്കിൽ റിട്ടേൺ ഹോം, തിരിച്ചു വീട്ടിലോട്ട് പോവാം. ഇനി ഓപ്പൺ ആണെങ്കിലോ അടുത്ത സ്റ്റെപ്സിലോട്ട് പോവാം, ഹോട്ടലിനുള്ളിൽ പോവാം. അവിടെ വീണ്ടും ഒരു ഡിസിഷൻ വരികയാണ്, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യാണ്. വി ആർ ചെക്കിങ് എ കണ്ടീഷൻ ഇഫ് നമുക്ക് വേണ്ട സാധനം അവിടെ അവൈലബിൾ ആണോ അല്ലേ എന്നത്. പൊറോട്ടയും ബീഫ് അവൈലബിൾ ആണോ? അവൈലബിൾ അല്ലെങ്കിലോ തിരിച്ച് വീട്ടിൽ വരിക, റിട്ടേൺ ഹോം. ഇനി അവൈലബിൾ ആണെങ്കിലോ ഓർഡർ പ്ലേസ് ചെയ്യുക, പൈസ അടയ്ക്കുക, ഓർഡർ കളക്ട് ചെയ്യുക. സോറി, ആ സ്റ്റെപ്പ് ഇവിടെ എഴുതിയിട്ടില്ല, ഇനി അതാരും ചോദിക്കണ്ട. ഓർഡർ കളക്ട് ചെയ്യുക, കാറിൽ കയറുക, തിരിച്ച് വീട്ടിൽ വരിക. അപ്പൊ ഇതാണ് ഇതൊരു ജസ്റ്റ് ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. 2 കാര്യം വേണ്ട, ഒരു കാര്യം ഇപ്പൊ തൽക്കാലം ശ്രദ്ധിച്ചാൽ മതി. അതായത് ഒരു ഫ്ലോ ചാർട്ടിൽ നമ്മൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഡയമണ്ട് ആണ്. അപ്പൊ ഫ്ലോ ചാർട്ടിൽ ഡയമണ്ട് കണ്ടു കഴിഞ്ഞാൽ റിമെമ്പർ ഇറ്റ് റെപ്രസെന്റ്സ് എ കണ്ടീഷൻ ചെക്ക്. അപ്പൊ പൊറോട്ട ബീഫിനെ കുറിച്ച് ആലോചിച്ച് വായിൽ കപ്പലോടിക്കുന്നവര് തിരിച്ച് നമ്മളെ കോഴ്സിലോട്ട് ശ്രദ്ധ തിരിക്കേണ്ടതാണെന്ന് അറിയിച്ചു കൊള്ളുന്നു. ഇപ്പൊ നിങ്ങള് ഈ കാണുന്ന ഡയഗ്രാം ഒരു റിയൽ സോഫ്റ്റ്വെയർ ഫ്ലോ ചാർട്ടിന്റെ എക്സാമ്പിൾ ആണ്. റിയൽ സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയൽ പ്രോഗ്രാമിന്റെ ലോജിക് ഫ്ലോന്റെ ചാർട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് ജസ്റ്റ് ഒരു ഇമാജിനറി എക്സാമ്പിൾ ആണ്, നിങ്ങൾക്ക് ഫ്ലോ ചാർട്ട് കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാവാൻ, കണ്ടീഷൻ ചെക്ക് കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാവാനൊക്കെ വേണ്ടി. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ വെബ് ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യാം. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുവിധം വെബ്സൈറ്റ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും അതിനൊരു സൈൻ ഇൻ പേജ് ഉണ്ടാവും. അതായത് യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യാനുള്ള ഒരു പേജായിരിക്കും നിങ്ങൾ അധിക വെബ്സൈറ്റ്സിലും പോകുമ്പോൾ കാണുക. ഫോർ എക്സാമ്പിൾ facebook.com. നിങ്ങൾ ഓൾറെഡി ലോഗ്ഡ് ഇൻ അല്ലെങ്കിൽ നമ്മൾ www.facebook.com
എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ യൂസർ നെയിമും പാസ്വേഡും അടിക്കാനുള്ള പേജ് ആയിരിക്കും വരിക. ആ ഒരു പ്രോസസ്സാണ്, ഒരു എക്സാമ്പിൾ പ്രോസസ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫേസ്ബുക്കിന്റെ അല്ല, ഒരു ജനറൽ വെബ് ആപ്ലിക്കേഷൻ ആണെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾ ആദ്യം തന്നെ ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ലേബൽ കാണുന്നുണ്ടല്ലോ. സ്റ്റാർട്ട് എന്ന് പറയുന്ന ലേബൽ കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദാറ്റ് പ്രോസസ് റെപ്രസെന്റഡ് ബൈ ദി ഫ്ലോ ചാർട്ട്. അതായത് ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നില്ല കേട്ടോ, ഇതൊക്കെ ഫ്ലോ ചാർട്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് ഒരു ഫ്ലോ ചാർട്ട് റെപ്രസെന്റ് ചെയ്യുന്ന പ്രോസസ്സ് എവിടെയാണോ തുടങ്ങുന്നത് അവിടെ നമ്മൾ സ്റ്റാർട്ട് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യണം, സ്റ്റാർട്ട് എന്ന ലേബൽ വെച്ചിട്ട്. അതേപോലെ തന്നെ ആ പ്രോസസ്സ് എൻഡ് ചെയ്യുന്ന സ്ഥലത്തോ സ്റ്റോപ്പ് എന്ന ലേബൽ വെച്ച് മാർക്ക് ചെയ്യണം. ഇത് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഓഫ് ദി പ്രോസസ് ഷുഡ് ബി മാർക്ക്ഡ് ഇൻ ദി ഫ്ലോ ചാർട്ട്. ഇനി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഒരു യൂസർ ഒത്തന്റിക്കേഷൻ അല്ലെങ്കിൽ ഒരു ലോഗിൻ വാലിഡേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ യൂസർ വിൽ എൻ്റർ ഹിസ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. അവരവരെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യും. എൻ്റർ ചെയ്ത് കഴിഞ്ഞാലോ നമ്മൾ നേരത്തെ പറഞ്ഞു ഡയമണ്ട് എന്നാണ്, ഇറ്റ് ഈസ് എ കണ്ടീഷൻ ചെക്ക്. എൻ്റർ ചെയ്ത ലോഗിൻ ഡീറ്റെയിൽസ് വാലിഡ് ആണോ? ഇഫ് ഇറ്റ് ഈസ് നോട്ട് വാലിഡ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ 3 പ്രാവശ്യം തെറ്റായ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് ലോക്ക് ചെയ്യാം. ഇനി അഥവാ കൊടുത്തു കഴിഞ്ഞിട്ടില്ലെങ്കിലോ, മൂന്നാമത്തെ അല്ല ഫസ്റ്റ് ടൈമാണ് ഇൻവാലിഡ് യൂസർ നെയിമും പാസ്വേഡും അടിച്ചതെങ്കിൽ വീണ്ടും യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യാനുള്ള ഒരു ചാൻസ് യൂസറിന് കൊടുക്കുക. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ വീണ്ടും ആ കണ്ടീഷൻ ചെക്കിലോട്ട് പോവാണ്. റീ എൻ്റർ ചെയ്ത യൂസർ നെയിമും പാസ്വേഡും വാലിഡ് ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ആണെങ്കിൽ ഇറ്റ് വിൽ ഗോ ടു ദി ഹോം പേജ്. അതായത് ഒരു വെബ്സൈറ്റിന്റെ ഹോം പേജ് ഉണ്ടാവുമല്ലോ, അതിലോട്ട് യൂസറിനെ നമ്മൾ ഡയറക്റ്റ് ചെയ്യും. പിന്നെ അതോടെ നമ്മുടെ ഈ ഫുൾ വെബ്സൈറ്റിന്റെ യൂസേജ് പ്രോസസ്സ് അവിടെ എൻഡ് ചെയ്യുന്നില്ല, പക്ഷെ ലോഗിൻ പ്രോസസ്സ് അതോടെ സ്റ്റോപ്പ് ആവും. അതുകൊണ്ടാണ് നമ്മളിവിടെ സ്റ്റോപ്പ് വെച്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ വീണ്ടും റീ എൻ്റർ ചെയ്ത ലോഗിൻ ഡീറ്റെയിൽസും തെറ്റായിരുന്നെങ്കിലോ, അപ്പൊ വീണ്ടും അതേ ഫ്ലോയിലോട്ട്, അതായത് ഒരിക്കൽ തെറ്റടിച്ചു, ചെക്ക് ചെയ്തു, ലോഗിൻ അറ്റംപ്റ്റ് ഇൻവാലിഡ് ആയിരുന്നു, അപ്പൊ തിരിച്ചിവിടെ വന്നു, വീണ്ടും യൂസർ നെയിമും പാസ്വേഡും അടിച്ചു, വീണ്ടും ചെക്ക് ചെയ്തു, വീണ്ടും തെറ്റാണ്, അപ്പൊ വീണ്ടും ഇങ്ങോട്ട് വന്നു, വീണ്ടും അടിക്കുന്നു, വീണ്ടും തെറ്റാണ്. വീണ്ടും തെറ്റാണെങ്കിൽ നമ്മളിപ്പോൾ 3 പ്രാവശ്യം തെറ്റിച്ച് അടിച്ചു കഴിഞ്ഞാൽ, ഇൻവാലിഡ് ലോഗിൻ അറ്റംപ്റ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ 3 പ്രാവശ്യം, പിന്നെ ഇങ്ങോട്ടല്ല പോകുന്നു. അതായത് യൂസറിന് വീണ്ടും ഒരു ചാൻസ് നമ്മൾ കൊടുക്കുന്നില്ല, കാരണം അത് വേറൊരാളെ അക്കൗണ്ടിലോട്ട് പാസ്വേഡ് ഗസ് ചെയ്ത് കയറാൻ ശ്രമിക്കുന്ന ഒരു ആളായിരിക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? അക്കൗണ്ട് ലോക്ക് ചെയ്യാൻ പോവാണ്. അക്കൗണ്ട് ലോക്ക് ചെയ്യുന്നു, അതോടെ പ്രോസസ് യൂസർ ലോഗിൻ പ്രോസസ് അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഫ്ലോ ചാർട്ടിനെ പറ്റി ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് വലിയ പ്രോഗ്രാംസ് അല്ലെ വലിയ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ അധിക കമ്പനികളും ആ പ്രോഗ്രാമിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. വളരെ വലിയ ബാങ്കിങ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ എന്താ പറയുക പൈസേന്റെ ഇടപാട് നടത്തുന്ന ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ആണെങ്കിൽ തീർച്ചയായും ഒരു ഫ്ലോ ചാർട്ട് ഡോക്യുമെന്റ് നിർബന്ധമായിരിക്കും. നമ്മൾ കോഡിങ് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാമറിന് ആ ലോജിക് ഒന്നും അയാൾ തലയിലായിരിക്കില്ല വെച്ചിരിക്കുക, തലയിലുണ്ടാവും, എന്നാലും ഒരു കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി സപ്പോസ് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആ കണ്ടീഷൻ തെറ്റാണെങ്കിൽ എന്ത് ആക്ഷനാ പെർഫോം ചെയ്യേണ്ടത് എന്നൊക്കെ ഒറ്റയടിക്ക് ഒരു ഫ്ലോ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളും തുടക്കത്തിൽ കുറച്ച് പ്രോഗ്രാംസ് നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യാലോ. തുടക്കത്തിലെങ്കിലും ആ പ്രോഗ്രാം ആക്ച്വൽ നിങ്ങൾ കോഡിങ് ചെയ്യുന്നതിൻ്റെ മുന്നേ അതിൻ്റെ ഫ്ലോ ചാർട്ട് ഉണ്ടാക്കാൻ നോക്കുക. അങ്ങനെയാണ് ഭാവിയിൽ നിങ്ങൾ വലിയ പ്രോഗ്രാംസ് ഉണ്ടാക്കുമ്പോൾ നിർബന്ധമായും ഫ്ലോ ചാർട്ട് ഉണ്ടാക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. സോ ഫ്ലോ ചാർട്ട് പ്രാക്ടീസ് ചെയ്യുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് യൂസ്ഫുൾ. ഇനി ഫ്ലോ ചാർട്ട് കാണിച്ചതിൻ്റെ പിന്നിൽ വേറൊരു ഉദ്ദേശവും കൂടെ ഉണ്ടായിരുന്നു. അതായത് ജനറലായിട്ട് നമ്മൾ ഒരു കാര്യം നമ്മൾ പറയാറ്, ഒരു പ്രോഗ്രാമിന് ഏതൊരു പ്രോഗ്രാമെങ്കിലും ആയിക്കോട്ടെ, ഒരു ബേസിക് വെറുതെ തമാശ ഉണ്ടാക്കുന്ന പ്രോഗ്രാം അല്ല, യൂസേഴ്സ് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ അതിന് 5 എലിമെന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ 5 പാർട്സ് ഉണ്ടാവും. 5 പാർട്സ് എന്ന് പറയുമ്പോൾ
ഈ പഞ്ചഭൂതങ്ങൾ എന്നൊക്കെ പറയില്ലേ, വെള്ളം, വായു, തീ, ഭൂമി, ആകാശം എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രോഗ്രാം ഉണ്ടാക്കുമ്പോൾ അതിൽ 5 ടെക്നിക്സ് അല്ലെങ്കിൽ 5 സംഭവങ്ങൾ യൂസ് ചെയ്യും. അതിൽ നമ്പർ 1 ഓൾറെഡി സ്ക്രീനിൽ വന്നുപോയി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട്. എന്താണ് ഇൻപുട്ട്? ഓൾറെഡി ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു യൂസർ ഒരു പ്രോഗ്രാമിലോട്ട് ഫീഡ് ചെയ്യുന്ന ഡേറ്റയ്ക്കാണ് ഇൻപുട്ട് എന്ന് പറയാറ്. എക്സാമ്പിൾസ് ഓൾറെഡി നമ്മൾ കണ്ടു. യൂസർ നെയിം, പാസ്വേഡ്, അതൊരു ഇൻപുട്ട് അല്ലേ പ്രോഗ്രാമിലോട്ട്, കാരണം യൂസർ ആണല്ലോ അത് എൻ്റർ ചെയ്യുന്നത്. വേറൊരു എക്സാമ്പിൾ ഇൻപുട്ടിന് പറയുകയാണെങ്കിൽ ഒരു കാൽക്കുലേറ്റർ പ്രോഗ്രാം എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഒരു കാൽക്കുലേറ്റർ പ്രോഗ്രാമിന് യൂസർ എന്തൊക്കെയാണ് മിനിമം ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്? ഒരു ബേസിക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 2 നമ്പറും ഒരു ആക്ഷനും കൊടുക്കണം. ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, പ്ലസ് ആണോ മൈനസ് ആണോ, നമ്മൾ 2 നമ്പർ കൊടുത്തല്ലോ, അതിനെ ആഡ് ചെയ്യണോ, അത് മൈനസ് ചെയ്യണോ, അത് മൾട്ടിപ്ലൈ ചെയ്യണോ എന്ന് ആ ഒരു ഇൻപുട്ടും കൂടെ ഒരു കാൽക്കുലേറ്ററിന് കൊടുത്താൽ അതിനൊരു ആക്ഷൻ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾക്ക് പറയുന്ന ടേമാണ് ഇൻപുട്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട്. ഇനി ഇൻപുട്ട് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ടും ഉണ്ടാവുമല്ലോ. അതായത് ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. നമ്മൾ വെറുതെ അല്ലല്ലോ റൺ ചെയ്യുക ഒരു പ്രോഗ്രാം. ഒരു കാൽക്കുലേറ്റർ ആണെങ്കിൽ അതിന്റെ 2+3 എന്ന് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് എന്താണ്? 5. എല്ലാ പ്രോഗ്രാമുകളും കാൽക്കുലേറ്റർ പോലെ ആയിരിക്കണമെന്നില്ല. സ്ക്രീനിൽ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാത്ത പ്രോഗ്രാംസും ഉണ്ടാവും. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്ത് കംപ്ലീറ്റ്, അതായത് അതിന്റെ ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസും ഉണ്ടാവും. സോ ബേസിക്കലി ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിന്റെ റിസൾട്ട്, എൻഡ് റിസൾട്ട്, അതിനാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി എലിമെന്റ് നമ്പർ 3, കണ്ടീഷണൽസ്. കണ്ടീഷണൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. പ്രോഗ്രാം ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻസ്, അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൽ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ. നിങ്ങളിപ്പോൾ എക്സാമ്പിളിനെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ ആദ്യം മനസ്സിൽ വരുന്ന എക്സാമ്പിൾ വേറൊന്നും ആയിരിക്കില്ല, ലോഗിൻ വാലിഡ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുന്ന എക്സാമ്പിൾ ആയിരിക്കും. അതായത് യൂസർ എൻ്റർ ചെയ്ത യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആണോ, അല്ലെങ്കിൽ അത് തെറ്റാണോ, അത് ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്യുന്നത് ഒരു കണ്ടീഷണൽ ചെക്കാണ്, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. അപ്പൊ അതേപോലെ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നത് ലോജിക്കിനാണ് നമ്മൾ കണ്ടീഷണൽസ് എന്ന് പറയുന്നത്. വേറൊരു കണ്ടീഷണലിന്റെ നല്ല 2 എക്സാമ്പിൾസ് നമ്മൾ മറ്റേ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ്റെ എക്സാമ്പിളിൽ കണ്ടു. അതായത് ഹോട്ടൽ തുറന്നിട്ടുണ്ടെങ്കിൽ ഹോട്ടലിനുള്ളിൽ പോവാ, അല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ വരിക. പിന്നെ അവിടെ ഹോട്ടലിൽ പൊറോട്ടയും ബീഫും ഉണ്ടെങ്കിൽ മാത്രം അത് വാങ്ങിയിട്ട് അത് വാങ്ങുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അതില്ലെങ്കിലോ തിരിച്ച് വീട്ടിൽ വരിക. അതേപോലെ വേറൊരു കണ്ടീഷൻ്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടതോ, വെബ് ആപ്ലിക്കേഷൻ മറ്റേ ലോഗിൻ്റെ ഫ്ലോ ചാർട്ടിൽ നമ്മൾ കണ്ട എക്സാമ്പിൾ എന്തായിരുന്നു? യൂസർ 3 പ്രാവശ്യം ഇൻവാലിഡ് ലോഗിൻ അറ്റംപ്റ്റ് നടത്തി കഴിഞ്ഞാൽ അക്കൗണ്ട് ലോക്ക് ചെയ്യാം. അപ്പൊ 3 പ്രാവശ്യം ഇൻവാലിഡ് ലോഗിൻ നടന്നോ ഇല്ലേ, അതും ഒരു കണ്ടീഷൻ ചെക്ക് ആണല്ലോ. അങ്ങനത്തെ സംഭവങ്ങൾക്കാണ് നമ്മൾ കണ്ടീഷണൽസ് എന്ന് പറയാറ്. ഇനി എലിമെന്റ് നമ്പർ 4, ലൂപ്പിംഗ്. ലൂപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ലൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്? മലയാളത്തിൽ ലൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടെന്നോ ഒരു വളയെന്നോ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. നമ്മൾ ലൂപ്പിംഗ് ഇതുവരെ അതിൻ്റെ ഒരു എക്സാമ്പിൾ കണ്ടില്ല എന്ന് വിചാരിക്കേണ്ട, ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. ലൂപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ല, അതായത് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ വീണ്ടും വീണ്ടും ഒരു വട്ടത്തിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. വട്ടത്തിൽ എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക, ഒരേ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. യൂസർ മറ്റേ ലോഗിൻ ഡീറ്റെയിൽസ് തെറ്റായി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അവിടെ ചെയ്യുന്നത്? വീണ്ടും അത് റീ എൻറ്റർ ചെയ്യാനുള്ള ഒരു ചാൻസ് കൊടുക്കുന്നു. ഇനി റീ എൻറ്റർ ചെയ്താലോ, അത് വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത്? അത് തെറ്റാണോ ശരിയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യില്ലേ?
ഇനി വീണ്ടും ആ അടിച്ചത് ഈ ലോഗിൻ ഡീറ്റെയിൽസ് തെറ്റാണെങ്കിലോ വീണ്ടും യൂസറിനെ കൊണ്ട് റീ എൻറ്റർ ചെയ്യിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യാണ് അത് വാലിഡ് ആണോ അല്ലേ എന്ന്. വീണ്ടും തെറ്റിച്ചാൽ വീണ്ടും റീ എൻറ്റർ ചെയ്യിപ്പിക്കുന്നു, വീണ്ടും ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അതായത് ആ ചെക്ക് ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ആ ചെക്ക് യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ലോജിക്ക് 3 പ്രാവശ്യം എക്സിക്യൂട്ടായി. ഒരു സൈക്കിള് പോലെ വട്ടത്തിൽ എക്സിക്യൂട്ടായി. ഒന്നെങ്കിൽ 3 പ്രാവശ്യം ഇത് തെറ്റിച്ചടിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ട് ലോക്കാവും. അതോടെ ആ ലൂപ്പ് അവിടെ അവസാനിക്കും. ആ വട്ടത്തിൽ കിടന്ന് കറങ്ങുന്നത് അവിടെ അവസാനിക്കും. ഇനി അടുത്ത പോസിബിലിറ്റി എന്താണ്? കറക്റ്റ് യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോഴും ലൂപ്പിംഗ് അവസാനിക്കും. അപ്പൊ ലൂപ്പിംഗ് ബേസിക്കലി അങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നത് വരെ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി പ്രോഗ്രാമിങ്ങിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു എററിന്റെ കാര്യം പറയട്ടെ. ഇൻഫിനിറ്റ് ലൂപ്പ്. അതായത് ഇതേപോലെ ഒരു ലൂപ്പിന്റെ ഉള്ളിൽ കയറി പിന്നെ ആ ലൂപ്പിന്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകാണ്ട് ഇരിക്കുക. പ്രോഗ്രാമിൽ എന്തെങ്കിലും കോഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഒരേ ഇൻസ്ട്രക്ഷൻ തന്നെ എന്ത് ചെയ്താലും കാര്യമില്ല, ഒരേ ഇൻസ്ട്രക്ഷൻ തന്നെ വീണ്ടും 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 എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ വളരെ എന്താ പറയുക കോമൺ ആയിട്ട് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ കാണുന്ന ബഗ്സ് ആണ് അല്ലെങ്കിൽ എറേഴ്സ് ആണ്. അതായത് ഇപ്പൊ ലോഗിന്റെ എക്സാമ്പിൾ എടുക്കുക. കറക്റ്റ് യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലോഗിൻ പേജിലോട്ട് പോകണ്ടേ? അതിന് പകരം ഒരു മിസ്റ്റേക്ക് എന്തെങ്കിലും ഒരു മിസ് അവിടെ സംഭവിച്ചെന്ന് വിചാരിക്കുക കോഡിങ്ങിൽ. കറക്റ്റ് യൂസർ നെയിമും പാസ്വേഡും അടിച്ചാലും വീണ്ടും ആ യൂസറിനെ റീ എൻറ്റർ ചെയ്യാനുള്ള സ്ക്രീന് കാണിച്ചു കൊടുത്താലോ അയാൾ വീണ്ടും റീ എൻറ്റർ ചെയ്യും, വീണ്ടും അത് ചെക്ക് ചെയ്യും. കറക്റ്റ് ആണെങ്കിലും വീണ്ടും റീ എൻട്രി സ്ക്രീന് വരും. അങ്ങനെ ഒരു ഇൻഫിനിറ്റ് ആയിട്ട് അത് വട്ടത്ത് കറങ്ങിക്കൊണ്ട് നിൽക്കും. അതിന് പറയുന്ന പേരാണ് ഇൻഫിനിറ്റ് ലൂപ്പിംഗ്. അതിനെപ്പറ്റി അധികം ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കുക എന്താണ് ഇൻഫിനിറ്റ് ലൂപ്പിംഗ് എന്ന്. ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി എലിമെന്റ് നമ്പർ 5 അരിത്മെറ്റിക്. എന്താണ് അരിത്മെറ്റിക്? അരിത്മെറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ല, കണക്ക് കൂട്ടൽ. അധികം പ്രോഗ്രാംസിലും എന്തെങ്കിലും ഒരു കണക്കൊക്കെ കൂട്ടാനുണ്ടാവും. ഒരു ബേസിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബാങ്കിന്റെ ആപ്ലിക്കേഷൻ ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ അകത്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളെ ഫ്രണ്ടിനൊരു 10,000 രൂപ ട്രാൻസ്ഫർ ചെയ്യാണ്. നിങ്ങളെ അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു 30,000 രൂപ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൽ ഒരു 10,000 രൂപ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ അക്കൗണ്ടിൽ എന്താ സംഭവിക്കുക? നിങ്ങളെ ബാലൻസ് അപ്ഡേറ്റ് ആവും. എങ്ങനെയാണ് അപ്ഡേറ്റ് ആവുക? 30,000 മൈനസ് 10,000 20,000. 10,000 നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ആണ്, അതുകൊണ്ടാണ് 10,000 മൈനസ് ചെയ്യുന്നത്. ആ 10,000 മൈനസ് ചെയ്ത് 20,000 നിങ്ങളെ ബാലൻസ് ആയി അപ്ഡേറ്റ് ആവും. അതൊരു കണക്കുകൂട്ടലിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ അക്കൗണ്ടിലോട്ട് സാലറി വരികയാണ്. അപ്പം നിങ്ങളെ അക്കൗണ്ടിൽ ആഡ് ആവുമല്ലോ. അങ്ങനത്തെ കണക്കുകൂട്ടലുകൾക്കൊക്കെ ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ നടക്കുന്ന മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കണക്കിനാണ് അരിത്മെറ്റിക് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. ഈ കോൺസെപ്റ്റിനെ പറ്റി യാതൊരു കൺഫ്യൂഷനും ഇല്ലാണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു സംഭവമാണ്. അപ്പോൾ അത് ആ ശരിക്കുള്ള കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ട് നമുക്കൊരു കാര്യം നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. അതായത് HTML ഒരു വെബ്സൈറ്റിന്റെ സ്ട്രക്ചർ ആണെന്നും CSS അതിന്റെ സ്റ്റൈലിങ്ങും ഡെക്കറേഷനും ആണെന്നും ജാവാ സ്ക്രിപ്റ്റ് അതിന്റെ ഫങ്ഷനാലിറ്റി ആണ് കൊടുക്കുന്നതും എന്നൊക്കെ. അത് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് ഒരു ശരിക്കുള്ളൊരു എക്സാമ്പിൾ നോക്കാം. ഒരു വെബ് പേജിന്റെ എക്സാമ്പിള്. അതിനുവേണ്ടി നമ്മൾ ഒരേ വെബ് പേജ് തന്നെ മൂന്ന് ഡിഫറെന്റ് ഫയൽസ് ആക്കി നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഫയലിൽ വെറും HTML മാത്രമാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അതിൽ CSSO ജാവാസ്ക്രിപ്റ്റും ഇല്ല. അതായത് അതിന്റെ ആ സൈറ്റിന്റെ ബേസിക് സ്ട്രക്ചർ മാത്രം. വളരെ ചെറിയ എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ ഇത്. വലിയ സൈറ്റ് ഒന്നല്ല, വലിയ വെബ് പേജ് ഒന്നല്ല. നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്
എഴുതിയൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് വെബ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് HTML മാത്രമേ ഉള്ളൂ. സെക്കൻഡ് വെബ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ എഴുതിയ HTML-ലോട്ട് നമ്മൾ CSS-ഉം കൂടെ ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അതായത് അതിന് സ്റ്റൈലും നമ്മൾ കൊടുത്തിട്ടുണ്ട്, സ്റ്റൈലിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മൂന്നാമത്തെ വെബ് പേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റും ആഡ് ചെയ്തിട്ടുണ്ട്. ജാവാസ്ക്രിപ്റ്റിനെ പറ്റി നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഒരു വെബ്സൈറ്റിന്റെ ലുക്കിനും ഫീലിനും അപ്പുറം അതിന്റെ ഫങ്ഷണാലിറ്റി അല്ലെങ്കിൽ യൂസറായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഫങ്ഷണാലിറ്റി നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡിങ്ങിലൂടെയാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. ഫങ്ഷണാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ററാക്ഷൻ, യൂസറായിട്ടുള്ള ഇന്ററാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂസർ ഒരു വെബ്സൈറ്റ് ആയിട്ട് എങ്ങനെയാണ് ഇടപഴകുക, ഓരോ ബട്ടൺസ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ആക്ഷൻസ് ആണ് പെർഫോം ചെയ്യേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കേണ്ടത്, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്തിരിക്കുന്നത് ജാവാസ്ക്രിപ്റ്റിലൂടെയാണ്. അപ്പൊ ഇനി നമുക്ക് എക്സാമ്പിളിലോട്ട് പോവാം. ഫസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് പ്ലെയിൻ HTML എന്ന ആ വെബ് പേജ് ആണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ശരിക്കുള്ള ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്ത ഒരു വെബ്സൈറ്റ് ഒന്നുമല്ല. അതായത് ഇന്റർനെറ്റിൽ ഹോസ്റ്റഡ് ആയ ഒരു വെബ് പേജ് അല്ല. ഇത് ഞാൻ ലോക്കലായിട്ട് സ്റ്റോർ ചെയ്താണ്. ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിലും എനിക്കിത് ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിനെപ്പറ്റി അധികം വെറി ചെയ്യേണ്ട. ഇതൊരു സാധാരണ വെബ്സൈറ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ നമുക്ക് പ്ലെയിൻ HTML ഫയൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ വെബ്സൈറ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്പ്ലേ ഡേറ്റ്, ഡിസ്പ്ലേ ടൈം എന്ന് 2 ബട്ടൺ കാണുന്നുണ്ടല്ലോ. അതായത് ഡിസ്പ്ലേ ഡേറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ ഡേറ്റും ഡിസ്പ്ലേ ടൈം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് ടൈമും നിങ്ങൾക്ക് കാണാൻ പറ്റണം. അതാണ് ഈ വെബ്സൈറ്റിന്റെ ഫങ്ഷനാലിറ്റി, അല്ലെങ്കിൽ അതാണ് ഈ വെബ്സൈറ്റിന്റെ യൂസ്. ഇനി അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഈ ഒരു ബേസിക് സൈറ്റാണ്, HTML ഓൺലി. അതായത് നിങ്ങൾക്ക് ആകെ ഇതിൻ്റെ അകത്തുള്ളത് 2 ബട്ടൺസ് ആണ്. ഈ വെബ്സൈറ്റിൽ ലാസ്റ്റ് സ്റ്റേജ് വരെ 2 ബട്ടൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാലും ജസ്റ്റ് 2 പ്ലെയിൻ ബട്ടൺസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ആദ്യം പറഞ്ഞു HTML സ്ട്രക്ചർ മാത്രമാണ് പ്ലെയിൻ ബട്ടൺ. അത് കളറ് സാധാരണ നോർമൽ ഡീഫോൾട്ട് ആയിട്ട് HTML ബട്ടണിന് വരുന്ന കളറും ഡീഫോൾട്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോണ്ടും ഒക്കെയാണിത്. ഓക്കെ, സോ അതായത് ഇത് സ്റ്റൈലിങ്ങോ ജാവാസ്ക്രിപ്റ്റോ CSSO ജാവാസ്ക്രിപ്റ്റോ ഇല്ലാത്ത ഒരു പ്ലെയിൻ HTML ഫയലാണ്. ഇനി നമുക്ക് ഇതിന്റെ CSS ആഡ് ചെയ്ത വേർഷൻ നോക്കാം. കണ്ടില്ലേ എന്തൊരു ഡിഫറൻസ് ആണ്. അതായത് ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സൈഡ് ബൈ സൈഡ് ആയിട്ട് പ്ലേസ് ചെയ്യാം. ഒരു കാര്യം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വെബ്സൈറ്റും, അതായത് ഈ വെബ് പേജും സെയിം ആണ്. ഇതിന്റെ രണ്ടിനെയും HTML കോഡ് 1 ആൻഡ് ദ സെയിം ആണ്. ആകെ ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതിൽ CSSഉം ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു CSS ഫയലായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഫയലായിട്ട് ലിങ്ക് ചെയ്തതിന്റെ നമ്മൾ ഉദ്ദേശം എന്താണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് ഇതിന് ബാക്ക്ഗ്രൗണ്ടോ ഈ ബട്ടൺസിന്റെ സ്റ്റൈലോ ഒന്നുമില്ലാത്ത ഒരു വെബ്സൈറ്റിനെ നമ്മൾ മാറ്റി അതിനൊരു ബാക്ക്ഗ്രൗണ്ട് പിങ്ക് കളർ കൊടുത്ത് ആ ബട്ടൺസിനും ഒരു സ്റ്റൈൽ കൊടുത്തു. അതായത് യെല്ലോ ഫോണ്ടാക്കി മാറ്റി, അതിന്റെ സൈസും മാറ്റി, അതിന്റെ ബാക്ക്ഗ്രൗണ്ടും മാറ്റി. വേറൊരു എഫക്റ്റും കൂടെ നമ്മൾ ആഡ് ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടന്റെ മുകളിലൂടെ നമ്മൾ മൗസ് നീക്കുകയാണെങ്കിൽ അതിന്റെ ടെക്സ്റ്റ് റെഡ് കളറാവും, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറാവും. അതും കൂടാണ്ട് അതിന്റെ ഈ ഷാഡോ ഉണ്ടല്ലോ, ബട്ടൺ ഈ ഷാഡോ കാണുന്നുണ്ടല്ലോ, ബ്ലൂ ഷാഡോ, നമ്മൾ മൗസ് ബട്ടന്റെ മുകളിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അത് ബ്ലൂ ആവും. 2 ബട്ടണിനും ഈ എഫക്ട്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ഇത് പ്ലെയിൻ HTML വെബ്സൈറ്റ്, ഇത് HTML പ്ലസ് CSS. ഇനി മൂന്നാമത്തെ ഫാക്ടർ എന്താണ്? ജാവാസ്ക്രിപ്റ്റ്. അതായത്
ഇപ്പൊ ഇവിടെ ഈ വെബ്സൈറ്റിനുണ്ടല്ലോ, ഇനി ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. പ്ലെയിൻ HTML നമുക്ക് ക്ലോസ് ചെയ്യാം. ഈ HTML-ഉം CSS-ഉം ആഡ് ചെയ്ത വെബ്സൈറ്റിന്റെ അകത്തുള്ള ബട്ടൺസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. എന്താ സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ലുക്കും സ്റ്റൈലും മാത്രം പോരാ, ബുദ്ധിയും വേണം. അതേപോലെ തന്നെ ഒരു യൂസർ വെബ്സൈറ്റ് ചെന്ന് ഇന്ററാക്ട് ചെയ്യുമ്പോൾ, അതായത് ഓരോ ആക്ഷൻസ്, ഓരോ ബട്ടൺസ് ക്ലിക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ഓരോ ആക്ഷൻസ് എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു റെസ്പോൺസ് ആ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ. അതിന് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ജാവാസ്ക്രിപ്റ്റ്. അതുകൊണ്ട് ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് ജാവാസ്ക്രിപ്റ്റും കൂടെ ആഡ് ചെയ്ത് ആ വെബ് പേജ് ഒന്ന് ചെക്ക് ചെയ്യാം. സ്റ്റൈലിൽ ഒരു മാറ്റമില്ല, അതേ ബാക്ക്ഗ്രൗണ്ടും അതേ കളറും അതേ സൈസും, അതായത് ടെക്സ്റ്റിന് അതേ സൈസും ഒക്കെ തന്നെയാണ്. പക്ഷെ ബട്ടൺസ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഡിസ്പ്ലേ ഡേറ്റ് ബട്ടൺ കണ്ടോ? ഡിസ്പ്ലേ ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഇന്നത്തെ ഡേറ്റ് ഡിസ്പ്ലേ ചെയ്തു. ഒരു ചെറിയൊരു അലർട്ട് ബോക്സിൽ ഇന്നത്തെ ഡേറ്റ് ഡിസ്പ്ലേ ചെയ്തു. നമുക്ക് ജസ്റ്റ് ഓക്കെ കൊടുത്ത് നോക്കാം. ബാക്ക്ഗ്രൗണ്ട് റെഡ് ആയി. ഇനി നമുക്ക് സെയിം ഡിസ്പ്ലേ ടൈം ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. പ്രസന്റ് ടൈം 7:4 7:17 seconds. ഇപ്പത്തെ കറണ്ട് ടൈമാണ്. അതും ഡിസ്പ്ലേ ആയി. ഇനി ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആയി. അതായത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ രണ്ട് ആക്ഷൻസ് ആണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിങ്ങിലൂടെ ജാവാസ്ക്രിപ്റ്റ് ഇവിടെ രണ്ട് ആക്ഷൻസ് ചെയ്യാനാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഡിസ്പ്ലേ ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേറ്റ് ഡിസ്പ്ലേ ആവണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ മാറി റെഡ് ആവണം. ഇനി ഡിസ്പ്ലേ ടൈമാണ് യൂസർ ക്ലിക്ക് ചെയ്യുന്നതെങ്കിലോ കറണ്ട് ടൈം ഡിസ്പ്ലേ ചെയ്യണം ഒരു അലർട്ട് ബോക്സിൽ. പിന്നെ പോരാത്തതിന് ബാക്ക്ഗ്രൗണ്ടും കളർ മാറി ബ്ലൂ ആവണം. അപ്പോൾ ഈ ആക്ഷൻസ് നമ്മൾ എങ്ങനെയാണ് അച്ചീവ് ചെയ്തിരിക്കുന്നത്? ജാവാസ്ക്രിപ്റ്റിലൂടെ. കുറച്ചും കൂടെ ഒരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, എവിടെയാണ് ജാവാസ്ക്രിപ്റ്റ് ശരിക്കും യൂസ് ചെയ്യുന്നത്, എവിടെയാണ് CSS, എവിടെയാണ് HTML എന്ന്. ഈ പ്രോഗ്രാം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അഥവാ ഇതിന്റെ കോഡ് എന്താണ് എന്നതിനെ പറ്റി ആരും ഇപ്പൊ വെറി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ആ സ്റ്റേജ് വരെ എത്തിയിട്ടില്ല. ഇനി മുന്നോട്ട് പോകുന്തോറും നമ്മൾ തീർച്ചയായും ഇങ്ങനത്തെ വെബ് പേജസ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുക അഥവാ ഇങ്ങനത്തെ ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാംസ് എങ്ങനെയാണ് എഴുതുക എന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. ഇപ്പൊ എന്തായാലും അതിനെപ്പറ്റി അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു യൂസേജ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രോഗ്രാം എഴുതിയല്ലോ, ഡിസ്പ്ലേ ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യാനും ഡിസ്പ്ലേ ടൈം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ടൈം ഡിസ്പ്ലേ ചെയ്യാനും ഒരു പ്രോഗ്രാം എഴുതിയെങ്കിലും ഇത് എവിടെയാണ് റൺ ആവുന്നത്? അല്ലെങ്കിൽ ഇത് ആരാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഇതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതായത് ഈ വെബ് പേജ് റണ്ണ് ചെയ്യുന്നത്, ഈ വെബ് പേജ് ഡിസ്പ്ലേ ആവുന്നത് എവിടെയാണ്? നമ്മുടെ ബ്രൗസറിലല്ലേ, അതായത് ഗൂഗിൾ ക്രോമിലല്ലേ. അപ്പൊ നാച്ചുറലി ഈ പ്രോഗ്രാം എവിടെയാണ് റണ്ണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ആരാണ് റണ്ണ് ചെയ്യുന്നത്? ഈ പ്രോഗ്രാം റണ്ണ് ചെയ്യുന്നത് നമ്മുടെ ബ്രൗസറാണ്. അതായത് നമ്മളെ ബ്രൗസർ ഗൂഗിൾ ക്രോം അത്ര ചില്ലറക്കാരനല്ല. ഏത് ബ്രൗസറെങ്കിലും ആയിക്കോട്ടെ, ഏത് മോഡേൺ ബ്രൗസർ ആയിക്കോട്ടെ, ബ്രൗസർ സോഫ്റ്റ്വെയറിന് അതിന്റെ ഒരു ഫീച്ചർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് HTML-ഉം CSS-ഉം ജാവാസ്ക്രിപ്റ്റും ഒക്കെ ഉള്ള ഒരു വെബ് പേജ് നമ്മൾ അത് വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള HTML-ഉം CSS-ഉം വെച്ചിട്ട് ഒരു പേജ് ബിൽഡ് ചെയ്ത് എന്തെങ്കിലും ഒരു ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ലോജിക്, കറക്റ്റായ ഒരു പ്രോഗ്രാം ലോജിക് നമ്മൾ ആ വെബ് പേജിന്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ എബിലിറ്റി ബ്രൗസേഴ്സിനുണ്ട്. ഓക്കെ, ഇനി നമ്മളിപ്പം എഴുതിയ പ്രോഗ്രാം ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പേർപ്പസ്? ഒറ്റൊരു പേർപ്പസ് അല്ലേ ഉള്ളൂ. ഏതെങ്കിലും യൂസർ ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു റെസ്പോൺസ്
അല്ലെങ്കിൽ ഒരു റിസൾട്ട് യൂസറിന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ യൂസർ ഇന്ററാക്ഷന് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ എഴുതിയിരിക്കുന്നത്. യൂസർ ഇന്ററാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ ഒരു വെബ് പേജ് ആയിട്ട് ഇടപഴകുമ്പോൾ അയാള് ഓരോരോ ആക്ഷൻസ് എടുക്കുമല്ലോ. അതായത് ഇവിടെ ആകെ 2 ആക്ഷൻസ് ഈ വെബ്സൈറ്റിൽ പോസിബിൾ ആയിട്ടുള്ളൂ. ഒന്നെങ്കിൽ ഡേറ്റിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ടൈമിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഏതെങ്കിലും ഒരു ആക്ഷൻ ആ യൂസർ പെർഫോം ചെയ്താൽ അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് കാണിക്കലാണ് ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ഇത് യൂസറിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്, യൂസറിനെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അല്ലെങ്കിൽ ക്ലയന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നമ്മൾ യൂസറിനെ വേറൊരു പേര് ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലയന്റ് എന്നും പറയാം. ഇത്തരം പ്രോഗ്രാമുകൾക്ക്, അതായത് എത്തരം യൂസറായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസിനെ പറയുന്ന ഒരു പേരാണ് ക്ലയന്റ് സൈഡ് പ്രോഗ്രാം. അതായത് ക്ലയന്റിന്റെ സൈഡിൽ അഥവാ ബ്രൗസറിൽ റൺ ചെയ്യുന്ന പ്രോഗ്രാം. ഇതിനെ വേറെയും 2-3 പേരുകൾ ഉണ്ട്. അതായത് ഇത്തരം പ്രോഗ്രാമുകൾക്ക് നമ്മൾ ഫ്രണ്ട് എൻഡ് പ്രോഗ്രാം, അതായത് ഒരു വെബ് പേജിന്റെ ഫ്രണ്ട് എൻഡിൽ റൺ ചെയ്യുന്ന പ്രോഗ്രാമിനെ നമ്മൾ ഫ്രണ്ട് എൻഡ് പ്രോഗ്രാം എന്ന് പറയാറുണ്ട്. അഥവാ ഒരു പേരും കൂടെ ഉള്ളത് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്നും പറയാറുണ്ട്. ക്ലയന്റ് സൈഡ് പ്രോഗ്രാം എന്നോ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്നോ പറയാം. പ്രോഗ്രാമും സ്ക്രിപ്റ്റും സെയിം മീനിങ് ആണ്. അങ്ങനെ ഇതിന് ഡിഫറെന്റ് നെയിംസ് ഉണ്ട്. ഇനി ഈ പ്രോഗ്രാം ഇത്ര ഒരു ഫ്രണ്ട് എൻഡ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ക്ലയന്റ് സൈഡ് പ്രോഗ്രാം ഉണ്ടാക്കുന്നതിന് നമ്മൾ പൊതുവെ എന്താണ് പറയാറ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലയന്റ് സൈഡ് പ്രോഗ്രാമിംഗ്. അതായത് ക്ലയന്റ് സൈഡിൽ റൺ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ഉണ്ടാക്കുക, അതിന് പറയുന്ന പേരാണ് ക്ലയന്റ് സൈഡ് പ്രോഗ്രാമിംഗ്. അപ്പൊ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അല്ലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ക്ലയന്റ് സൈഡ് പ്രോഗ്രാമാണ്. ഈ വെബ് പേജിന്റെ ക്ലയന്റ് സൈഡ് പ്രോഗ്രാമാണ്. ഇനി നമുക്ക് കുറച്ചും കൂടെ വലിയൊരു എക്സാമ്പിളിലോട്ട് പോവാം. വലിയ എക്സാമ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജിമെയിലിന്റെ എക്സാമ്പിൾ എടുക്കാം. നമ്മളിപ്പോ കാണുന്നത് എന്റെ ജിമെയിൽ അക്കൗണ്ട് ആണ്. അതിനകത്താകെ 3 മെയിൽസേ ഉള്ളൂ. പുതിയൊരു അക്കൗണ്ട് ആണ്, ഈ ചാനലിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് ഈ വെബ്സൈറ്റിൽ എന്താണ് ഇവിടെ നോക്കാനുള്ളത്? ഈ വെബ്സൈറ്റ് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടാവുക? നമ്മൾ കണ്ടു, HTML-ഉം CSS-ഉം യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യാനും കണ്ടന്റിനെ സ്റ്റൈൽ ചെയ്യാനും. സ്റ്റൈൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് ടെക്സ്റ്റ് ഉണ്ട്. ഇവിടെ റെഡ് കളറാണ്, ഇവിടെ ബ്ലാക്ക് ആണ്. ആ സ്റ്റൈൽസിന് വേണ്ടി CSS യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതിൽ ജാവ സ്ക്രിപ്റ്റ് എവിടെയായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക ഇത് ക്രിയേറ്റ് ചെയ്യാൻ? ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ കമ്പോസ് മെയിൽ ബട്ടൺ ഉണ്ടല്ലോ, ഇത് ക്ലിക്ക് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? പുതിയൊരു മെയില് ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മെയില് കമ്പോസ് ചെയ്യാനുള്ള പുതിയൊരു വിൻഡോ ഓപ്പൺ അപ്പ് ആവാണ്. അപ്പൊ ഈ ആക്ഷൻ തീർച്ചയായും ചെയ്യുന്നത് എന്താണ്? ഒരു ക്ലയന്റ് സൈഡ് പ്രോഗ്രാം ആണ്. അതായത് യൂസറായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ആണ് ഈ ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക. നിങ്ങളുടെ ബ്രൗസറിലാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു പുതിയൊരു മെയിലിന്റെ ഒരു വിൻഡോ തുറന്നു, വെറുതെ പോയി സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്താണ് നമ്മൾ കാണുന്നത്? എറർ, പ്ലീസ് സ്പെസിഫൈ അറ്റ്ലീസ്റ്റ് 1 റെസിപ്പിയന്റ്. അതായത് ഈ 2 അഡ്രസ്സിൽ ഒരാളെ പേര് പോലും ഇല്ലാണ്ട് നമുക്ക് ഒരു മെയിൽ അയക്കാൻ പറ്റില്ലല്ലോ. ഒരാളെ പേരല്ല, സോറി, ഇമെയിൽ ID പോലും ഇല്ലാണ്ട് നമുക്ക് മെയിൽ അയക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെ എന്താണ് ശരിക്കും നടന്നത്? നമ്മൾ ഫ്ലോ ചാർട്ടിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോ കണ്ടു, ഒരു കണ്ടീഷനാണ് അവിടെ ചെക്ക് ചെയ്തത്. അതായത് 2 അഡ്രസ്സിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇമെയിൽ ID എങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം ആ മെയില് സെൻഡ് ചെയ്യാനുള്ള പ്രോസസ്സ് തുടങ്ങുക. ഇനി ഒരൊറ്റ മെയിൽ ID ഇല്ലെങ്കിലോ ഡിസ്പ്ലേ ആൻ എറർ മെസ്സേജ്. നമ്മൾ കണ്ടു, ഒരു ഇഫ് കണ്ടീഷൻ ആണ്. ഇഫ് ഇമെയിൽ ID ഈസ് ബ്ലാങ്ക് ദെൻ ഡിസ്പ്ലേ ആൻ എറർ മെസ്സേജ്. ഒരു കണ്ടീഷൻ ചെക്കാണ് അവിടെ നടന്നത്. ഫ്ലോ ചാർട്ടിനെ പറ്റിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും പോയി ആ പോർഷൻ ഒന്ന് കാണുക.
ഇനി വേറൊരു ഇഫ് കണ്ടീഷൻ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഇവിടെ 2-ല് വെറുതെ 1111 എന്നടിച്ചു, എന്നിട്ട് നമ്മൾ സെൻഡ് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഓക്കെ, വേറെ എററാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദി അഡ്രസ് 1111 in the to field was not recognized. Please make sure that all the addresses are properly formed. അതായത് ജിമെയിലിന് അത്ര എളുപ്പത്തിലൊന്നും പറ്റിക്കാൻ പറ്റില്ല. നിങ്ങൾ മര്യാദയ്ക്ക് എന്തെങ്കിലും .com എന്ന ഒരു പ്രോപ്പർ അഡ്രസ് അടിച്ചാൽ മാത്രമേ അത് മെയിൽ സെൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുള്ളൂ. അല്ലാണ്ട് എന്തെങ്കിലും അതും ഇതൊന്നും അടിച്ചാൽ നമ്മളെ ജിമെയിലിൽ നിന്ന് മെയിൽ സെൻഡ് ആവില്ല. ഓക്കെ, അപ്പോൾ ഈ ആക്ഷൻസും ഈ ലോജിക്കൊക്കെ എവിടെയാണ്, എന്താണ്, ഏത് പ്രോഗ്രാമാണ് റൺ ചെയ്യുന്നത്? ക്ലയന്റ് സൈഡ് പ്രോഗ്രാം അഥവാ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് അഥവാ ഫ്രണ്ട് എൻഡ് പ്രോഗ്രാം. ഇനി വേറൊരു കാര്യം പറയട്ടെ, ഈ വെബ് പേജ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബ്രൗസറിൽ മാത്രം, അതായത് നിങ്ങളുടെ ക്ലയന്റിൽ അഥവാ നിങ്ങളുടെ ബ്രൗസറിൽ മാത്രമാണ് ഇതിന്റെ വർക്ക് ചെയ്യുന്നതെന്ന്? നിങ്ങളുടെ ഈ മെയിൽസ് ഒക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഗൂഗിളിന്റെ ജിമെയിൽ സെർവറിലല്ലേ? അതായത് നിങ്ങളെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ക്ലയന്റ് അല്ലെങ്കിൽ ബ്രൗസർ ജസ്റ്റ് ഒരു ഡിസ്പ്ലേ മാത്രമാണ്. ഈ ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഗൂഗിളിന്റെ ജിമെയിൽ സെർവറിലാണ്. അവിടുന്നാണ് ഈ മെയിൽസ് ഒക്കെ, മെയിൽ നമ്പർ 1, മെയിൽ നമ്പർ 2, മെയിൽ നമ്പർ 3 ഒക്കെ അവിടുന്നാണ് ആ ഡേറ്റ ഒക്കെ വലിച്ചുകൊണ്ട് വരുന്നത്. അപ്പോ ഉദാഹരണത്തിന് നമ്മളൊരു യൂസറിന്റെ ഒരു ആക്ഷൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു മെയിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ആക്ഷൻ ഉണ്ടല്ലോ, നമുക്ക് ആവശ്യമില്ലാത്ത മെയിലൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മളിവിടെ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. ആ മെയിൽ എവിടുന്നാണ് ഡിലീറ്റ് ആയിട്ടുണ്ടാവുക? നിങ്ങളുടെ ബ്രൗസറിനായിരിക്കില്ലല്ലോ, അതായത് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്നായിരിക്കില്ലല്ലോ അത് ഡിലീറ്റ് ആയിരിക്കുക. അത് സ്റ്റോർ ചെയ്ത ഗൂഗിളിന്റെ ജിമെയിൽ സെർവറിൽ നിന്നായിരിക്കില്ലേ? നിങ്ങളെ ബ്രൗസറിൽ ജസ്റ്റ് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ആക്ഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ ഒരു ആക്ഷൻ യൂസർ എടുക്കുന്ന ടൈമില് നിങ്ങളുടെ സെർവറിലോട്ട് ഒരു റിക്വസ്റ്റ് പോവാണ്. ഓക്കെ, എന്ത് റിക്വസ്റ്റ് ആണ് പോകുന്നത്? ഈ സെലക്ട് ചെയ്ത മെയില് ഡിലീറ്റ് ചെയ്യാൻ. അപ്പൊ ആ റിക്വസ്റ്റ് എങ്ങോട്ടാണ് പോകുന്നത്? ജിമെയിലിന്റെ സെർവറിലോട്ട്. ജിമെയിലിന്റെ സെർവർ ചെന്നിട്ട് ആ റിക്വസ്റ്റ് ആരാണ് അതിന് റിസീവ് ചെയ്യുന്നത്? നമ്മള് ക്ലയന്റ് സെർവർ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ ഡീറ്റെയിൽ പോയതാണ്. ഡൗട്ട്സിന്റെ വീണ്ടും റീവിസിറ്റ് ചെയ്യുക ആ ഒരു പോർഷൻ. ആ റിക്വസ്റ്റ് യൂസർ മെയിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ആ റിക്വസ്റ്റ് അയക്കുമ്പോൾ അത് റിസീവ് ചെയ്യുന്ന സെർവർ സൈഡിൽ റൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും. സെർവർ സൈഡിൽ ഇതിനായിട്ടൊരു പ്രോഗ്രാം അവര് എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അതായത് സെർവറിന്റെ ഡേറ്റാബേസിൽ നിന്ന് ഒരു മെയില് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അവിടെ ആ സിനാരിയോയില് എക്സിക്യൂട്ട് ആവുന്നത് സെർവറിൽ റൺ ചെയ്യുന്ന പ്രോഗ്രാം ആയിരിക്കും. ക്ലയന്റ് സൈഡ് പ്രോഗ്രാം എന്ന് പറയുന്ന പോലെ അതിന് നമ്മൾ പറയാ സെർവർ സൈഡ് പ്രോഗ്രാം അഥവാ സെർവർ സൈഡ് സ്ക്രിപ്റ്റ് അഥവാ ബാക്ക് എൻഡ് പ്രോഗ്രാം എന്നാണ്. അതായത് സെർവറിൽ റൺ ചെയ്യുന്ന പ്രോഗ്രാം. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു വെബ് ആപ്ലിക്കേഷന് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിന് അതിന്റെ ഫുൾ ഫങ്ഷനാലിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ അത് മുഴുവനായിട്ട് യൂസ്ഫുൾ ആവാൻ വേണ്ടി രണ്ട് സൈഡിൽ പ്രോഗ്രാംസ് റൺ ആവുന്നുണ്ട്. ഒന്ന് ക്ലയന്റ് സൈഡ്, ഒന്ന് സെർവർ സൈഡ്. ക്ലയന്റ് സൈഡ് എന്തിനാണ്? യൂസറായിട്ട് ഇടപഴകാൻ, അല്ലെങ്കിൽ യൂസറിന്റെ ആക്ഷൻസ് അനുസരിച്ചിട്ട് ഓരോ ആക്ഷൻസ് ബ്രൗസറിൽ പെർഫോം ചെയ്യാൻ. സെർവർ സൈഡത്തെ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ. അപ്പൊ രണ്ട് പ്രോഗ്രാംസ് ആണ് റൺ ചെയ്യുന്നത്. ഇനി ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണിത്, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. നിങ്ങൾ www.mail.google.com എന്ന് അടിച്ച് കഴിയുമ്പോൾ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഈ ജിമെയിലിന്റെ ഫ്രണ്ട് എൻഡ് പ്രോഗ്രാം ആണ് നിങ്ങളുടെ ബ്രൗസറിൽ റൺ ചെയ്യുന്നത്. പക്ഷെ അത് എവിടുന്നാണ് വരുന്നത്? അതെന്തായാലും നമ്മുടെ സിസ്റ്റത്തിലായിരിക്കില്ലല്ലോ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഗൂഗിളിന്റെ ജിമെയിൽ സെർവറിൽ തന്നെയായിരിക്കും ആ പ്രോഗ്രാം.
അപ്പൊ നമ്മൾ www.mail.google.com എന്ന് അടിച്ചു കഴിയുമ്പോൾ സെർവറിന് ഒരു റിക്വസ്റ്റ് ചെല്ലുകയാണ്. അപ്പൊ സെർവർ എന്ത് വെച്ചിട്ടാ റെസ്പോണ്ട് ചെയ്യുക? സെർവർ എന്താണ് സെർവ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പി സിയിലോട്ട് അല്ലെങ്കിൽ നിങ്ങളെ ബ്രൗസറിലോട്ട് എന്താണ് ട്രാൻസ്ഫർ ചെയ്യുക? ഈ വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യാൻ ആവശ്യമായ HTML-ഉം CSS-ഉം പിന്നെ യൂസർ ആക്ഷൻസിന് റെസ്പോൺസ് കൊടുക്കാൻ വേണ്ടിയ ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമും അത് നിങ്ങളുടെ ബ്രൗസറിലോട്ട് സെർവ് ചെയ്യും, അഥവാ നിങ്ങളുടെ ബ്രൗസറിലോട്ട് വിളമ്പും. അപ്പൊ നിങ്ങളുടെ ബ്രൗസർ ജസ്റ്റ് ഒരു പ്ലേറ്റ് ആണെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം. ആ പ്ലേറ്റിൽ സെർവർ എന്തൊക്കെയാണ് വിളമ്പുന്നത്? HTML, CSS, ജാവാസ്ക്രിപ്റ്റ്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രൗസർ ചില്ലറക്കാരനല്ല. ഈ സംഭവങ്ങൾക്കൊക്കെ ബ്രൗസറിന് കിട്ടിക്കഴിഞ്ഞാൽ ബ്രൗസർ അത് വെച്ചിട്ട് ഒരു വെബ് പേജ് ബിൽഡ് ചെയ്ത് അത് ഡിസ്പ്ലേ ചെയ്യും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. അതാണ് ശരിക്കും നിങ്ങളൊരു വെബ്സൈറ്റ് അഡ്രസ് അടിച്ചു കഴിഞ്ഞാൽ നടക്കുന്നത്. അതായത് ആ വെബ്സൈറ്റിന്റെ സെർവറിൽ പോയിട്ട് ഒരു റിക്വസ്റ്റ് പോവും. അപ്പൊ അവിടുന്ന് റെസ്പോൺസ് ആയിട്ട് ആ ഒരു വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ട HTML, CSS and JavaScript code will be sent to your browser or client and a web page will be rendered. റെൻഡേർഡ് എന്നാണ് പൊതുവെ കറക്റ്റ് ആയിട്ട് നമ്മൾ പറയാറ്. വെബ്സൈറ്റ് റെൻഡർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുക, അതാണ് റെൻഡറിന് അർത്ഥം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ക്ലയന്റ് സൈഡ് പ്രോഗ്രാം എന്താണ്, സെർവർ സൈഡ് പ്രോഗ്രാം എന്താണ് എന്നതിനെ പറ്റി ഒരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ക്ലയന്റ് സൈഡ് പ്രോഗ്രാം നിങ്ങളുടെ ബ്രൗസറിലോട്ട് എത്തുന്നതെന്നും അത് എന്തിനാണ് ക്ലയന്റ് സൈഡ് പ്രോഗ്രാം എന്നും എന്തിനാണ് സെർവർ സൈഡ് പ്രോഗ്രാം എന്നും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സംഭവത്തിലോട്ട് കിടക്കാം. നമ്മുടെ പഴയ എക്സാമ്പിൾ കണ്ടല്ലോ. ഏത്? ഈ എക്സാമ്പിള്. ഈ എക്സാമ്പിൾ റൺ ചെയ്യുന്ന എന്താണ്? നിങ്ങളെ ബ്രൗസറിൽ മാത്രമാണ് റൺ ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് എ ക്ലയന്റ് സൈഡ് പ്രോഗ്രാം. ബട്ടൺസ് ക്ലിക്ക് ചെയ്താൽ ഒരു റിസൾട്ട് തരുന്ന പ്രോഗ്രാം. ഇത് എഴുതിയിരിക്കുന്നത് എന്താണ്? ജാവാസ്ക്രിപ്റ്റിലാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ശരിക്കും ക്ലയന്റ് സൈഡ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാനാണോ യൂസ് ചെയ്യുന്നത്, അതോ സെർവർ സൈഡ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാനാണോ യൂസ് ചെയ്യുന്നത്? അതിന്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്ലയന്റ് സൈഡിലും പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാം, ക്ലയന്റ് സൈഡിന് ആവശ്യമുള്ള പ്രോഗ്രാമും ക്രിയേറ്റ് ചെയ്യാം, സെർവർ സൈഡിന് ആവശ്യമുള്ള പ്രോഗ്രാമും ക്രിയേറ്റ് ചെയ്യാം. ഇത് പക്ഷെ എപ്പോഴും ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ജാവാസ്ക്രിപ്റ്റ് തുടക്കത്തില് ഇൻട്രൊഡ്യൂസ് ചെയ്തു വന്നപ്പോൾ അതൊരു ബ്രൗസർ ലാംഗ്വേജ് മാത്രമായിട്ടായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബ്രൗസർ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ക്ലയന്റിൽ റൺ ചെയ്യാൻ അഥവാ യൂസറായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ മാത്രമുള്ള പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ജാവാസ്ക്രിപ്റ്റ് ആദ്യം അത് ഉണ്ടാക്കിയ ആൾക്കാർ ഉദ്ദേശിച്ചിരുന്നത്. അതായത് ബാക്ക് എൻഡിൽ നടക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, സെർവറിൽ നടക്കുന്ന സംഭവങ്ങൾ, അതൊക്കെ പണ്ട് പൊതുവെ ചെയ്തിരുന്നത് വേറെ ലാംഗ്വേജസ് വെച്ചിട്ടായിരുന്നു, ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടായിരുന്നില്ല. വേറെ ലാംഗ്വേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ PHP, ജാവ തുടങ്ങിയ വേറെ പ്രോഗ്രാംസ് ആയിരുന്നു അതിന് യൂഷ്വലായി യൂസ് ചെയ്തിരുന്നത്. ജാവാസ്ക്രിപ്റ്റ് ഒരിക്കലും ബാക്ക് എൻഡ് പ്രോഗ്രാമിങ്ങിന് യൂസ് ചെയ്തിരുന്നില്ല. ഈ സംഭവം എപ്പോഴാ മാറി മറിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് ബാക്ക് എൻഡിലോട്ട് പോയി. ആ ബാക്ക് എൻഡിൽ ഭയങ്കര ഒരു പവർഫുൾ പൊസിഷനിൽ എപ്പോഴാണ് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2009 റയൻ ഡയൽ എന്ന് പേരുള്ള ഒരു ഫ്രീക്ക് മനുഷ്യൻ എന്ന് വെറുതെ പറഞ്ഞാണ്, ഒരു പ്രോഗ്രാമർ Node.js എന്ന് പറഞ്ഞ് ഒരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തു. Node.js എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ജാവാസ്ക്രിപ്റ്റ് റണ്ണ് ചെയ്യാനുള്ള ഒരു എൻവയൺമെന്റ് ആണത്. ഇറ്റ് ഈസ് എ ജാവാസ്ക്രിപ്റ്റ് റൺ ടൈം എൻവയൺമെന്റ്. എൻവയൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, പരിസ്ഥിതി. അതായത് അതുവരെ ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ ഒരു മെയിൻ ആയിട്ട് ഒരേ ഒരു എൻവയൺമെന്റ് ഉണ്ടായിരുന്നുള്ളൂ. ആ എൻവയൺമെന്റ് ആയിരുന്നു ഇൻസൈഡ് ദി ബ്രൗസർ. അപ്പൊ ഈ പുള്ളിക്കാരൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് അതേപോലത്തെ ഒരു സെയിം എൻവയൺമെന്റ്
അതായത് ബ്രൗസർ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പുറത്ത് ജാവാസ്ക്രിപ്റ്റ് റണ്ണ് ചെയ്യാൻ പറ്റിയ ഒരു എൻവയൺമെന്റ് ആണ് നോഡ് ജെ എസ്. അപ്പൊ അതോടെ വെബ് ഡെവലപ്മെന്റിൽ അതുവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന പ്രാക്ടീസസും എന്താ പറയാ ട്രെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഡെവലപ്മെന്റ് മെത്തേഡ്സ് ഒക്കെ തലകീഴായി മറിഞ്ഞു. കാരണം ഈ നോഡ് ജെ എസ് വന്നോടെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് നോഡ് ജെ എസ് കംപ്ലീറ്റ് വെബ് ഡെവലപ്മെന്റ് വേറെ എല്ലാ ലാംഗ്വേജസിനെയും ജാവ പോലെ PHP പോലെയുള്ള എല്ലാ ലാംഗ്വേജസിനെയും റീപ്ലേസ് ചെയ്ത് എന്നല്ല. പക്ഷെ അതുകൊണ്ട് ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രണ്ട് എൻഡിനും ബാക്ക് എൻഡിനും ഒരേ പ്രോഗ്രാം യൂസ് ചെയ്യുമ്പോൾ ഒരു യൂണിഫോമിറ്റി വന്നു എന്നുള്ളതായിരുന്നു. അതായത് കുറച്ച് ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതി ഫ്രണ്ട് എൻഡിന്, പിന്നെ ബാക്ക് എൻഡിലോട്ട് പോയപ്പോൾ PHP ആയി, പിന്നെ വീണ്ടും ഫ്രണ്ട് എൻഡിലോട്ട് വന്നപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ആയി. ചെറിയൊരു കൺഫ്യൂസിങ് സിറ്റുവേഷൻ ആയിരുന്നു അത്. ഉദാഹരണത്തിന് നിങ്ങൾ കുറച്ച് മലയാളത്തിൽ സംസാരിച്ച്, പിന്നെ കുറച്ച് തമിഴിൽ സംസാരിച്ച്, പിന്നെ കുറച്ച് വീണ്ടും മലയാളത്തിൽ, പിന്നെയും തമിഴ്, അങ്ങനെ ആകുമ്പോൾ അതൊരു കൺഫ്യൂഷൻ ആയിരുന്നില്ല. അതേ അവസ്ഥയായിരുന്നു ഈ ഡിഫറെന്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വെച്ചിട്ട് ഡെവലപ്മെന്റ് നടത്തുമ്പോഴും. ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് നോഡ് ജെ എസ് സോൾവ് ചെയ്തത്. സത്യം പറയുകയാണ് ഈ നോഡ് ജെ എസിന്റെ കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മള് ഇനീഷ്യലി പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാംസിന് നമുക്ക് നോഡ് ജെ എസ് വേണം. നമ്മളത് നമ്മുടെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് കോഡിങ് തുടങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ റിപ്പീറ്റേഷൻ ആണ്, ക്ഷമിക്കണം. പക്ഷെ ഒന്നും കൂടെ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്താലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ ജാവാസ്ക്രിപ്റ്റ് എന്തിനാണ് സാധാരണ യൂസ് ചെയ്യാറ്? വെബ്സൈറ്റിന് ഫങ്ഷനാലിറ്റി കൊടുക്കാൻ. അപ്പൊ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് നാച്ചുറലി അത് ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം എഴുതുമ്പോൾ അത് നമ്മൾ എവിടെയാണ് എഴുതേണ്ടത്? ഒരു വെബ്സൈറ്റിന്റെ ഭാഗമായിട്ടാണ് എഴുതേണ്ടത്. അതായത് ഇറ്റ് ഹാസ് ടു ബി റിട്ടൺ അലോങ് വിത്ത് HTML ആൻഡ് ജാവാസ്ക്രിപ്റ്റ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. വെബ് പേജ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വെബ്സൈറ്റും വെബ് പേജും തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതായത് ഒരു വെബ്സൈറ്റിൽ കുറെ വെബ് പേജസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ പേജിന് പറയുന്ന പേരാണ് വെബ് പേജ്. അപ്പൊ നമ്മൾ പൊതുവെ വെബ്സൈറ്റ് എന്നോ വെബ് പേജ് എന്നോ മാറി മാറി ഇന്റർചേഞ്ച് ചെയ്തിട്ട് പറയാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദി പോയിന്റ്. അതായത് ജാവാസ്ക്രിപ്റ്റ് പറഞ്ഞ പോലെ ഒരു വെബ് പേജിൽ ഫങ്ഷനാലിറ്റി ആഡ് ചെയ്യാൻ വേണ്ടി HTML-ന്റെയും CSS-ന്റെയും കൂടെ നമ്മൾ അതിനോട് ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ് ബ്രൗസറിൽ. തുടക്കത്തിൽ പഠിക്കാൻ പോകുന്ന, പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാംസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന പ്രോഗ്രാംസിൽ നമ്മൾ വെബ് പേജസ് അല്ല ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് പ്ലെയിൻ ജാവാസ്ക്രിപ്റ്റ് മാത്രമാണ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ് പേജ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ HTML-ഉം CSS-ഉം എഴുതണമല്ലോ. അതുണ്ടെങ്കിലല്ലേ, CSS ഇല്ലെങ്കിലും മിനിമം HTML എങ്കിലും എഴുതണമല്ലോ. അതുണ്ടെങ്കിലല്ലേ നമുക്കൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് ആ HTML ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് വേണം എഴുതാൻ. ഏത് ഒരു വെബ് പേജിൽ ജാവാസ്ക്രിപ്റ്റ് എക്സാമ്പിൾസ് കാണിക്കുകയാണെങ്കിൽ, വെബ് ബേസ്ഡ് ജാവാസ്ക്രിപ്റ്റ് എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ HTML-ന്റെ കൂടെ അത് ലിങ്ക് ചെയ്യണം. പക്ഷെ നമുക്ക് അത് തൽക്കാലം വേണ്ട. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ അതിനേക്കാൾ ഒരു നല്ല മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് പ്ലെയിൻ ജാവാസ്ക്രിപ്റ്റ് വെച്ച് പഠിച്ചു തുടങ്ങുക. പ്ലെയിൻ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ ബ്രൗസറിന്റെ പുറത്ത് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ റണ്ണ് ചെയ്തിട്ട് അത് ഫുൾ പ്രാക്ടീസ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് വെബ് ബേസ്ഡ് ജാവാസ്ക്രിപ്റ്റിലോട്ട് പോവാം. അതായത് വെബ് പേജിൽ, വെബ്സൈറ്റ്സിൽ റൺ ചെയ്യുന്ന ജാവാസ്ക്രിപ്റ്റിലോട്ട് പോവാം. ഞാനിപ്പോ എന്താണ് പറഞ്ഞത് ഒന്നുകൂടെ അതിനെപ്പറ്റി ആലോചിച്ച് നോക്കുക. അതായത് നമ്മൾ
വെബ് ബ്രൗസറിന്റെ പുറത്താണ് ജാവാസ്ക്രിപ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ബ്രൗസറിന്റെ പുറത്തുള്ള ഒരു എൻവയൺമെന്റിൽ ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം റണ്ണ് ചെയ്യണമെങ്കിൽ എന്താണ് ആവശ്യം? Node.js ആണ് ആവശ്യം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് സാധനവും കൂടെ ഇൻസ്റ്റാൾ ചെയ്യണം ആക്ച്വൽ കോഡിങ് ബിഗിൻ ചെയ്യുന്നതിന്റെ മുന്നേ. ആദ്യം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന Node.js തന്നെയാണ്. Node.js എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം? വളരെ സിമ്പിൾ ആണ്. ഗൂഗിളിൽ പോയി ഈ കാണുന്ന പോലെ Node.js ഡൗൺലോഡ് എന്ന് അടിക്കുക. അപ്പൊ ഫസ്റ്റ് ലിങ്ക് തന്നെ വരിക ഡൗൺലോഡ് Node.js എന്നായിരിക്കും. നേരെ അത് ഓപ്പൺ ചെയ്യുക. നിങ്ങളെ മെഷീൻ 32 ബിറ്റ് ആണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി അല്ല 64 ബിറ്റ് ആണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യുക. ഇതേ നിങ്ങളുടെ മെഷീൻ 64 ബിറ്റ് ആണോ 32 ബിറ്റ് ആണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ദിസ് PC എന്ന് പറഞ്ഞൊരു ഐക്കൺ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ ഉണ്ടാവും. അവിടെ പോയി ആ ഐക്കണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് പോവുക. അപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും 64 ബിറ്റ് ആണോ 32 ബിറ്റ് ആണോ എന്ന്. ഓക്കെ, Node.js ആദ്യം ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റാളർ ആണ്. അത് വെറുതെ നെക്സ്റ്റ് ഞാൻ അത് ഇവിടെ കാണിക്കുന്നില്ല, നിങ്ങളത് സ്വന്തം ചെയ്യണം. നെക്സ്റ്റ് അടിച്ച് ലാസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഫിനിഷ് അടിക്കുക. ഓക്കെ, ഇനി ഇപ്പൊ എന്താണ് ഇൻസ്റ്റാൾ ആയത്? Node.js ഇൻസ്റ്റാൾ ആയി. Node.js ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ കോഡ് നിങ്ങൾക്ക് ബ്രൗസറിന്റെ പുറത്തിനി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ ബ്രൗസറിന്റെ പുറത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അത് വേണമെങ്കിൽ നമുക്ക് എന്താ പറയാ, ഒരു സാധാരണ ഒരു വേർഡ് ഡോക്യുമെന്റ് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതി എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ ആണ് അതിനെ യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം അതാണല്ലോ ഞാൻ നേരത്തെ IDE പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അപ്പോ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത് കോഡ് എഴുതാൻ വേണ്ടിയിട്ട്. വിഷ്വൽ സ്റ്റുഡിയോയില് ഒരു ചിന്ന സംഭവം, ഒരു ചിന്ന എക്സ്റ്റൻഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് ജാവാസ്ക്രിപ്റ്റ് സ്മൂത്ത് ആയി റൺ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങളിപ്പോ ഇവിടെ വിഷ്വൽ സ്റ്റുഡിയോ കാണുന്നുണ്ടല്ലോ. ഈ വിഷ്വൽ സ്റ്റുഡിയോന്റെ അകത്ത് കോഡ് റണ്ണർ എന്ന് പേരുള്ള ചെറിയൊരു എക്സ്റ്റൻഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ എഴുതുന്ന പ്രോഗ്രാംസിന്റെ ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വലിയ പണിയൊന്നല്ല. ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, എക്സ്റ്റൻഷൻസ് എന്ന് പറഞ്ഞ ഐക്കണിൽ പോയി ക്ലിക്ക് ചെയ്യുക. ഇവിടെ കോഡ് റണ്ണർ ഇവിടെ താഴെ കാണുന്നില്ല, ഞാനത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത കാരണം ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കോഡ് റണ്ണർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോഡ് റണ്ണർ ഫസ്റ്റ് റിസൾട്ട് തന്നെ അതായിരിക്കും. .run എന്ന് ഓറഞ്ച് കളറിൽ വരും. ഞാനത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് കാരണം എനിക്ക് അൺഇൻസ്റ്റാളും ഡിസേബിളും ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക. സോ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ആകെ ഒരു 2 മിനിറ്റേ നടക്കുള്ളൂ, 2 മിനിറ്റ് ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് ഇവിടെ ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ കാണിക്കും. അപ്പൊ നിങ്ങൾ അത് ആ വിൻഡോ ജസ്റ്റ് ക്ലോസ് ചെയ്യുക, ഇവിടെയും ക്ലോസ് ചെയ്യുക. ഇനി ഒരു പുതിയ ഫയല്, നമ്മളെ ഫസ്റ്റ് ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം നമ്മൾ എഴുതാൻ പോവാണ്. അതിനായിട്ട് ആദ്യം തന്നെ ആ പ്രോഗ്രാം എഴുതാൻ വേണ്ടി ഒരു ന്യൂ ഫയൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. Untitled 1 എന്ന് പേര് വരും. അവിടെ നമ്മൾ ഇപ്പൊ കോഡിനെ പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ജസ്റ്റ് അതെന്താണ് എന്ന് കാണുക മാത്രം ചെയ്യാം. console.log hello world. ഇനി ഇത് നമ്മൾ ഇതുവരെ സേവ് ചെയ്തിട്ടില്ല. ഇതിപ്പോ ഒരു സാധാരണ ഒരു ടെക്സ്റ്റ് ഫയലാണ്. ഇത് നമ്മൾ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയലായി സേവ് ചെയ്താലേ വിഷ്വൽ സ്റ്റുഡിയോ കോഡിന് അതെങ്ങനെയാ റൺ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ ചെന്നിട്ട് സേവ് ആസ് കൊടുക്കുക. സേവ് ആസിൽ നിങ്ങൾ ഒരു പുതിയ ഫോൾഡർ ഉണ്ടാക്കുക. ഡെസ്ക്ടോപ്പിൽ ഒരു പുതിയ ഫോൾഡർ ഉണ്ടാക്കണേ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഈ ഡെസ്ക്ടോപ്പ് ഉണ്ടാവുമല്ലോ, അവിടെ ചെന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒരു ന്യൂ ഫോൾഡർ
അടിക്കുക. അവിടെ ജാവാസ്ക്രിപ്റ്റ് പ്രാക്ടീസ് എന്ന് കൊടുത്താൽ മതി. ഇപ്പൊ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ആയല്ലോ, അത് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ അൺടൈറ്റിൽഡ് വൺ എന്നുള്ള പേര് മാറ്റിയിട്ട് നമ്മൾ ഹലോ വേൾഡ് എന്ന് കൊടുക്കുക. ഇനി സേവ് ആസ് ടൈപ്പ് പ്ലെയിൻ ടെക്സ്റ്റ് ആയിരിക്കും ബൈ ഡീഫോൾട്ട് ആയിട്ട് വന്നു കിടക്കുക. അത് മാറ്റുക. അത് മാറ്റിയിട്ട് ജെ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് എന്ന ഫയൽ ടൈപ്പ് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യാം. അപ്പൊ പേര് ഹലോ വേൾഡ് ആയി, സേവ് ആസ് ടൈപ്പ് ജാവാസ്ക്രിപ്റ്റ് ആയി. ഇനി സേവ് ചെയ്യാം. അത് സേവ് ചെയ്തപ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യണം. അതായത് ഫയലിന്റെ എക്സ്റ്റൻഷൻ മാറി .js ആയി. .js എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വേറൊന്നുമല്ല, ഇതൊരു ജാവാസ്ക്രിപ്റ്റ് ഫയലാണ് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പോരാത്തതിന് അത് മാത്രമല്ല, ഇതിന്റെ കളറും മാറി. ഓക്കെ, നമ്മൾ എഴുതിയ കോഡിന്റെ കളറ് മാറി. അത് ഓരോ കളറിനും ഓരോ മീനിങ് ആണ്. കളർ കോഡ് എന്നാണ് അതിന് പറയുന്നത്. അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ മുന്നോട്ട് നോക്കാം. ഇനി ജസ്റ്റ് ഈ പ്രോഗ്രാം എങ്ങനെയാ റണ്ണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പ്രോഗ്രാം എഴുതിയല്ലോ. ഇനി ഈ ഹലോ വേൾഡ് എന്നുള്ള സാധനം നമ്മളെ സ്ക്രീനിൽ നമ്മൾ എവിടെയാണ് കാണുക? നമ്മൾ ഈ കോഡ് റണ്ണർ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്ത കാരണം നമ്മൾ കോഡ് റൺ ചെയ്യാൻ ആകെ ഇത്ര ചെയ്താൽ മതി. റൈറ്റ് ക്ലിക്ക് അടിക്കുക, റൺ കോഡ് എന്ന് ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, നിങ്ങളെ കോഡ് റണ്ണാവും. കോഡ് റണ്ണായി ഔട്ട്പുട്ട് വന്നിരിക്കുകയാണ് ഹലോ വേൾഡ്. അതായത് നിങ്ങൾ ഇവിടെ എന്താണോ console.log എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി. പ്രിന്റ് വാട്ട് എവർ ഇസ് ഇൻസൈഡ് ദ ബ്രാക്കറ്റ്, അതായത് ബ്രാക്കറ്റിനുള്ളിലുള്ള എന്താണോ ബ്രാക്കറ്റിനുള്ളിൽ എഴുതിയിരിക്കുന്നത് അത് പ്രിന്റ് ചെയ്യുക, അത് ഔട്ട്പുട്ടായി കാണിക്കുക. അത്ര മാത്രം ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. ഡീറ്റെയിൽസിലോട്ട് പോവാൻ മുന്നോട്ട്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഹലോ വേൾഡ് എന്ന് കൊടുത്തതിന് പകരം ഹലോ ഗുഡ് മോർണിംഗ് എന്ന് എഴുതിയെന്ന് വിചാരിക്കുക. ഹലോ ഗുഡ് മോർണിംഗ്. ഇത് ഫയലിൽ പോയിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്യാൻ കൺട്രോൾ കീബോർഡിൽ കൺട്രോൾ ആദ്യം ഞെക്കിയിട്ട് പിന്നെ എസ് ഞെക്കി കഴിഞ്ഞാലും സേവ് ആവും. വീണ്ടും നമ്മൾ ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൈറ്റ് ക്ലിക്ക് അടിക്കുക, റൺ. രണ്ടാമത്തെ ഔട്ട്പുട്ട് വന്നത് കണ്ടില്ലേ? ഹലോ ഗുഡ് മോർണിംഗ്. ഇനി ഇവിടെ വേറൊരു കാര്യം ചെയ്യാൻ സാധിക്കുക, ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇത് കാണുന്നുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സോറി അതിൻ്റെ ഉള്ളിൽ വന്ന് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, ക്ലിയർ ഔട്ട്പുട്ട്. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ഔട്ട്പുട്ടൊക്കെ ക്ലിയർ ചെയ്യുക. അപ്പൊ ക്ലിയർ ചെയ്തു. ഇനി ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും വേറെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. ഐ ആം ഗോയിങ് ടു ലേൺ ജാവാസ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. കൺട്രോൾ എസ് അടിക്കുക. എന്തിനാണ്? സേവ് ചെയ്യാൻ. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് അടിക്കുക, റൺ കോഡ്. അപ്പോൾ ഔട്ട്പുട്ട് ആയിട്ട് ഐ ആം ഗോയിങ് ടു ലേൺ ജാവാസ്ക്രിപ്റ്റ് എന്ന് വന്നു. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പ്രോഗ്രാം എഴുതി കഴിഞ്ഞു. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഇയാള് വലിയ ക്ലയന്റ് സെർവർ ബ്രൗസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കരിഞ്ഞ സ്ക്രീനിൽ ഔട്ട്പുട്ട് കാണിക്കാനാണോ ഇത്രയൊക്കെ പഠിപ്പിച്ചത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. തുടക്കത്തിൽ ഞാനും ഇങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ വിചാരിക്കരുത് പൊന്നുമക്കളെ. കാരണം ഇത് വെറും ഒരു തുടക്കം മാത്രമാണ്. ഇനി മുന്നോട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങൾ തുടങ്ങാൻ പോവാണ്. അപ്പോ ഇതൊക്കെ ബേസിക്സ് ആണ്. മുന്നോട്ട് പോകുമ്പോഴും ഇതേപോലെ തന്നെ ചിന്തിക്കാൻ പറ്റുകയാണ് നിങ്ങൾ ഭയങ്കര ബുദ്ധിമാനാണെന്നാണ് അർത്ഥം, അല്ലെ ബുദ്ധിമതിയാണെന്നാണ് അർത്ഥം. പക്ഷെ തുടക്കം ഒരു ബേസിക്സ് ഒക്കെ കുറച്ച് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. വലിയ ഭയങ്കര ഭംഗിയുള്ള വെബ്സൈറ്റോ ഒന്നും അല്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ അങ്ങനെയല്ല. ഈ സിമ്പിൾ കാര്യങ്ങൾ ഇവഞ്ച്വലി കോംപ്ലക്സ് ആയി മാറും. അപ്പോഴും നമ്മൾ ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും.
സോ ഇത് ജസ്റ്റ് ഒരു ബിഗിനിങ് മാത്രമായിട്ട് കണക്കാക്കുക. അതായത് ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് ഗ്ലാമർ കുറഞ്ഞ പണികളൊക്കെ ചെയ്യണ്ട. ഏത് സിമെന്റ് പൂഴിയിലിട്ട് മിക്സ് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് പോയിട്ട് അതിന്റെ ഇലൂമിനേഷനും ലൈറ്റും വലിയൊരു ഷാൻഡലിയറും ഒക്കെ തൂക്കാൻ പറ്റില്ലല്ലോ. ആദ്യം ബേസിക്സ് വെച്ച് തുടങ്ങുക. എന്നിട്ട് ഇനി മുന്നോട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല പ്രോഗ്രാംസ് നമ്മൾ എഴുതുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രത്തോളം മതി. നിങ്ങൾക്ക് നല്ലൊരു കുറച്ച് നല്ല കാര്യങ്ങളെ പറ്റി നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.